ശ്രീ കെ അനിൽകുമാർ, ഇത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതാണ്. ഇത് വടക്കാഞ്ചേരി നഗരസഭയിലും പുൽപ്പള്ളി പഞ്ചായത്തിലുമായി പൈലറ്റ് രീതിയിൽ തുടങ്ങിയതാണ്. ഓരോ ഘട്ടങ്ങളിലായി വിശദീകരിച്ച് കൃത്യമായി പദ്ധതികൾ നടപ്പാക്കി ആസൂത്രണം ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഇന്നും നിയമസഭയിൽ അതിനെതിരായാണ് പ്രതിപക്ഷം പറഞ്ഞത്. ഇത് തട്ടിപ്പാണത്രേ. അനിൽകുമാർ കേൾക്കുന്നുണ്ടോ? ഒരു ദിവസമാണിത്. ഇന്നത്തെ കേരളത്തിന്റെ അഭിവൃദ്ധിയിൽ, ഇന്നത്തെ കേരളത്തിന്റെ മികവുകളിൽ, ഇന്നത്തെ കേരളം നേടുന്ന ഉയരങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ല. അതിന് ഒരു ഭാഗത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന ചരിത്രത്തിന്റെ പ്രതീകങ്ങളാണ് ഇന്ന് കേരള നിയമസഭയിലെ UDFന്റെ ഓരോ അംഗങ്ങളും. അതുകൊണ്ട് തന്നെ അവർ ബഹിഷ്കരിച്ചത് ഏതെങ്കിലും തരത്തിൽ കേരളത്തോടുള്ള അനാദരവായി കാണാൻ കഴിയില്ല. 57-ലെ EMS സർക്കാരിനെ പാവപ്പെട്ട മനുഷ്യന് ഭൂമി കൊടുക്കാനും എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനും എല്ലാവർക്കും തൊഴിലവകാശം ഉണ്ടാക്കാനും പണിയെടുത്തൊരു സർക്കാരിനെ വിമോചന സമരത്തിലൂടെ അട്ടിമറിച്ചവരുടെ പിന്മുറക്കാരനായ നേതാവാണ് VD സതീശൻ. അദ്ദേഹത്തിന് ഈ കാഴ്ച കാണാനാവില്ല. തങ്ങൾ അട്ടിമറിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എങ്ങനെയാണ് കേരളത്തെ പട്ടിണിരഹിതമാക്കിയത്, ഇന്ത്യ രാജ്യത്ത് അതിനെ എങ്ങനെയാണ് ലോകത്തിന്റെ മേലെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്, ഭക്ഷ്യപർവ്വതത്തെ ഹിമാലയങ്ങളെക്കാൾ ഉയരത്തിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എത്തിച്ചത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഉജ്ജ്വലമായ ഒരു നിമിഷം കാണാൻ കേരളത്തിൽ പ്രതിപക്ഷത്തിനാവില്ല. അവര് താങ്ങില്ല. അവർ താങ്ങാത്തത് കൊണ്ട് തന്നെ അവർ ചരിത്രത്തോട് നീതി പുലർത്തി ചരിത്രത്തിലെ അവരുടെ പങ്കാളിത്തം ഈ കേരള രൂപീകരണത്തിലില്ല, ഈ കേരള വികസനത്തിലില്ല. ഈ കേരളം എന്ന് പറയുന്നത് ദക്ഷിണ സംസ്ഥാനങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്ന് ദക്ഷിണപ്രദേശ്, ഉത്തർപ്രദേശിന് പകരം ദക്ഷിണപ്രദേശ് ഉണ്ടാകണമെന്ന് വാദിച്ചൊരു കോൺഗ്രസ് ഇവിടെയുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ ഔഷധത്തിൽ കോൺഗ്രസ് ഇല്ല. അത് തിരിച്ചറിയേണ്ടതുണ്ട്. ആ കോൺഗ്രസ് ആണ് കേരളവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഈ വികാസ പരിണാമങ്ങളിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് പുറത്തുപോയത്. ആ പുറത്തുപോയതിൽ കേരളം ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യപരമായി അവരെ ഏതെങ്കിലും തരത്തിൽ കാണേണ്ട കാര്യമില്ല. അവരതാണ് എന്ന് സ്വയം വെളിപ്പെടുത്തി. ബൈബിളിൽ പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഇതിലൂടെ പ്രതിപക്ഷം വെളിപ്പെടുത്തപ്പെട്ടു. അതാണ് നാം തിരിച്ചറിയുന്നത്. തീർച്ചയായും. അതായത് ഇപ്പോൾ നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ MP രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളൊരു ചരിത്ര പ്രഖ്യാപനത്തിൽ ഇങ്ങനെ പുറംതിരിഞ്ഞ് നടന്നാൽ, ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങൾ പുറംതിരിഞ്ഞ് നടന്നാൽ ചരിത്രം നിങ്ങളെ കുറ്റക്കാരെന്ന് വിധിക്കും എന്ന്. അതെ, ഇവർക്ക് എത്ര പേർക്ക് ഇനി തിരിച്ചു വരാനാകും? ഇത് നിയമസഭയിൽ നിന്നുമുള്ള അവരുടെ പടിയിറക്കമാണ്. കേരള നിയമസഭയിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെ പടിയിറക്കമാണ്. എത്ര പേർക്ക് തിരിച്ചു വരാനാകും? എത്ര പേർക്ക് തിരിച്ചു വരാനാകുമെന്ന ചോദ്യമാണ് ഇതിന്റെ ഭാഗമായി ഉയരുന്നത്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. UDFന് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് തിരിച്ചു വരാനാകാത്ത വിധം കേരളത്തിൽ UDF ജനവിരുദ്ധമായിരിക്കുന്നു. ആ ജനവിരുദ്ധമായത് അടയാളപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും. കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ശ്രീ അനിൽകുമാർ. അതായത് അതിദാരിദ്ര്യമുക്തരെന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ദരിദ്രരില്ലെന്നാണോ എന്നുള്ളത്. ദരിദ്രരെയും അതിദാരിദ്രരെയും തിരിക്കുന്നു. മാത്രമല്ല, ഈ പ്രോസസ്സ് ഇവിടെ നിൽക്കില്ല. ഇനി സമൂഹം മുമ്പോട്ട് പോകുമ്പോൾ അതിദരിദ്രരുണ്ടാകാതെ ശ്രമിക്കുമെങ്കിലും അതിദരിദ്രരുണ്ടായാൽ അവരെ കൂടി ഇതുപോലെ മുക്തമാക്കുന്ന രീതിയിലുള്ള പ്രോസസ്സ് തുടരും. ഇതൊന്നും മനസ്സിലാകാതെയാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും മനസ്സിലായതുകൊണ്ടാണ്, പ്രതിപക്ഷത്തിന് ഇത് മനസ്സിലായതുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത്. ഇത് തങ്ങളുടെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിവേറിറക്കുന്ന ജനപക്ഷ നിലപാടാണ് എന്ന തിരിച്ചറിവിലാണ് പോയത്. അവർ എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ സ്ഥാനമില്ല നിങ്ങൾക്ക്. നമ്മൾ പറയുമല്ലോ, നമ്മുടെ കേരളത്തിനകത്ത് കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വർത്താനം പറയും. അതായത് അകത്തേക്ക് വരേണ്ടത് ശീബോധി, പുറത്തേക്ക് പോകേണ്ടത് മൂച്ചേട്ട. ഒരു നാടൻ പ്രയോഗമാണ്. അതായത് കർക്കിടകത്തോടെ നമ്മൾ ഒഴിച്ചുവിടുന്നൊരു കൂട്ടം വേറൊരു കൂട്ടരെ അകത്തോട്ട് ക്ഷണിക്കുന്നു. അത് സമൃദ്ധിയുടെ, സമ്പത്തിന്റെ അടയാളങ്ങളെയാണ്. അതുകൊണ്ട് ജനസമൂഹത്തിലെ സമൃദ്ധിയുടെ, സമ്പത്തിന്റെ അടയാളങ്ങളെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നതാണ് നിയമസഭയ്ക്കുള്ളിലേക്ക് ഇടതുപക്ഷവും നിയമസഭയ്ക്ക് പുറത്തേക്ക് പ്രതിപക്ഷവും. ഇത് കർക്കിടകത്തു നിന്ന് ചിങ്ങത്തിലേക്കുള്ള സംക്രമരാവുകളിൽ ഈ കേരളത്തിൽ ഉണ്ടായ ഒരു ആചാരമാണ്. അത് പ്രതിപക്ഷം പാലിച്ചു എന്ന് കണ്ടാൽ മതി. തീർച്ചയായും. താങ്കൾ സർക്കാസം നടത്തിയ അല്ലെങ്കിൽ കൃത്യമായൊരു ക്രിയാത്മക വിമർശനം മുമ്പോട്ട് വെച്ചു, ശരിയാണ്. പക്ഷേ ഒരു ക്രിയാത്മക പ്രതിപക്ഷമല്ലേ? AKGയുടെ കാലം മുതൽ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ക്രിയാത്മകമായ പല വശങ്ങളും നമ്മൾ കണ്ടില്ലേ? സാക്ഷാൽ ഇന്ദിരാഗാന്ധി പോലും ബാങ്കുകളെ ദേശസാൽക്കരിക്കുന്നതിനെ AKG സ്വാഗതം ചെയ്തു. അപ്പോൾ ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്നതിൻ്റെ റോള് ഈ ജനവിധി നേടിയവർ, പ്രതിപക്ഷത്തിരിക്കുന്നവർ പാലിക്കണ്ടേ? അങ്ങനെ ഒരു വലിയ നൈതിക ശോഷണം ഈ വിഷയത്തിലില്ലേ?
അതുകൂടി കാണണ്ടേ ശ്രീ അനിൽകുമാർ? അത് തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് വിമോചന സമരം നടന്ന കേരളമാണ്. സമരം നടത്തിയവർക്ക് എങ്ങനെ സന്തോഷിക്കാനാവും? വിമോചന സമരത്തെ എന്തിന്റെ പേരിലാണ് ന്യായീകരിക്കുന്നത്? വിമോചന സമരത്തെ ന്യായീകരിക്കാനാവില്ലല്ലോ. അതാണ് യാഥാർത്ഥ്യം. അപ്പോ ആ വിമോചന സമരത്തിന്റെ അനുരണനങ്ങളുടെ ആശയപരമായ ക്രോഡീകരണത്തിലാണ് ഇപ്പോഴും വി.ഡി. സതീശനും പ്രതിപക്ഷവും. അതാണ് ഇത്തരത്തിൽ ജനവിരുദ്ധത കാട്ടുന്നത്, അല്ലെങ്കിൽ ജനക്ഷേമത്തോട് പുറംതിരിയുന്നത് എന്നാണോ ശ്രീ അനിൽകുമാർ താങ്കൾ പറയുന്നത്? വി.ഡി. സതീശന്റെ തുടർച്ചയാണ് വിമോചന സമര രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ പ്രതിഭാസമാണ്. തുടർച്ചയാണ് വി.ഡി. സതീശൻ. സതീശന് അപ്പുറം ഉയരാനാവില്ല. അതുകൊണ്ട് തന്നെ അവരെ ഇത് ഒന്നുകിൽ കണ്ണടച്ചിരിക്കണം. ഈ നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ കണ്ണടച്ചിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടോടി, നിയമസഭ രക്ഷപ്പെട്ടോടി. അതേ യാഥാർത്ഥ്യം. ഇപ്പോ ഈ അതിദരിദ്രർ മുക്തമായി കഴിയുമ്പോൾ ഇനി അതിദരിദ്രർക്ക് വേണ്ടിയുള്ള ഫണ്ടോ അത്തരത്തിലുള്ള വകമാറ്റലോ ഇല്ലാതാകും. ഈ ഒരു ആശങ്കയാണ് പ്രതിപക്ഷം മുമ്പോട്ട് വെക്കുന്നത്. അതിലർത്ഥമുണ്ടോ? LDF-ന് തുടർഭരണം കിട്ടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വ്യക്തമാക്കുമല്ലോ ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ കേരളത്തിൽ തുടർഭരണത്തിലേക്ക് പോവല്ലേ? നമ്മൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ജനങ്ങളുടെ ഇടയിൽ ഇത് തിരിച്ചടിയാകുമോ പ്രതിപക്ഷത്തിന്? അതോ ഇത്തരത്തിലൊരു പ്രതിപക്ഷമാണ് ഇങ്ങനെ കാണിക്കുന്നു, ഭരണപക്ഷത്തെ പിടിച്ചുലയ്ക്കാനാകുന്നു, ഇങ്ങനെയാണ് പ്രതിപക്ഷം വേണ്ടത് എന്നായിരിക്കുമോ ജനം വിലയിരുത്തുന്നത്? അങ്ങനെയാണ് കോൺഗ്രസിന്റെ പൊതുവിലുള്ള വിലയിരുത്തൽ. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മോഹവലയമുണ്ട്. ആ മോഹവലയത്തിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. ജനചിന്ത വേറെയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന മോഹവലയത്തിൽ നിന്നും വളരെ വേഗം പ്രതിപക്ഷം യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരും. നമുക്ക് നോക്കാം. ശരി, താങ്ക് യു.